ദുൽഖർ സൽമാനുമായി എന്താണ് പ്രശ്നമെന്ന തമിഴ് മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടി നൽകി ടൊവിനോ തോമസ്. പുതിയ ചിത്രം പള്ളിച്ചട്ടമ്പിയുടെ പ്രൊമോഷന്റെ ഭാഗമായി ചെന്നൈയിലെത്തിയതായിരുന്നു ടൊവിനോ തോമസ്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നതിനിടയിലായിരുന്നു ദുൽഖറിനെക്കുറിച്ചുള്ള ചോദ്യം. ടൊവിനോയുടെ മറുപടി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. ലോക എന്ന സിനിമയിൽ താങ്കൾ ഗംഭീര അഭിനയമായിരുന്നു. രണ്ടാം ഭാഗത്തിൽ നായകനായും വില്ലനായെന്ന് കേൾക്കുന്നു. ആദ്യ ഭാഗം വലിയ വിജയമായിരുന്നു. എന്നാൽ ടൊവിനോയെക്കുറിച്ച് ആ ടീം ആരും ഒന്നും പറഞ്ഞ കേട്ടില്ല. താങ്കളെക്കുറിച്ച് ചോദിക്കുമ്പോഴും അവർ മൗനം പാലിച്ചു. ദുൽഖർ സൽമാനുമായി നിങ്ങൾ തമ്മിൽ എന്താണ് പ്രശ്നം എന്നായിരുന്നു ചോദ്യം. അതിനുള്ള ടൊവിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഹഹഹ, ഇപ്പോൾ ഫോൺ ചെയ്ത് ചോദിക്കട്ടെ. ഞങ്ങളെല്ലാം ഏറെ നാളെ ഒരുമിച്ച് അഭിനയിക്കുന്നവരാണ്. ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായി തുടങ്ങിയത് ദുൽഖർ സൽമാൻ ചിത്രം തീവ്രത്തിലൂടെയാണ്. അതിനുശേഷം ദുൽഖർ സൽമാന്റെ വില്ലനായി എബിസിഡി എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം വളരെ സ്വീറ്റായിട്ടാണ് പെരുമാറിയത്. നിങ്ങൾ പറഞ്ഞത് റെക്കോർഡ് ചെയ്ത് കേൾപ്പിക്കാൻ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പൊട്ടിച്ചിരിക്കാം. ആ സിനിമയുടെ സംവിധായകൻ അരുൺ ഡൊമിനിക്കിന്റെ ആദ്യ സിനിമ തരംഗത്തിൽ ഞാനായിരുന്നു നായകൻ. കല്യാണിയുടെ കൂടെ തല്ലുമാല എന്ന ചിത്രം ചെയ്തിട്ടുണ്ട്. നസ്രിൻ എനിക്കൊരു സഹോദരനെ പോലെയാണ്. ഞാൻ കണ്ടതിൽ ഏറ്റവും സ്വീറ്റുള്ള വ്യക്തികളിൽ ഒരാളാണ് ദുൽഖർ സൽമാൻ. വേണമെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ചാറ്റ് കാണിച്ചുതരാം. അപ്പോൾ മനസ്സിലാകും ഞങ്ങൾക്കിടയിൽ ഈ അടുപ്പം എന്താണെന്ന്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതുപോലുള്ള ഗോസിപ്പുകളൊക്കെ കിളത്തിവിടുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ മിക്കപ്പോഴും ഇതെല്ലാം വായിച്ച് ഞങ്ങൾ ചിരിക്കാറുള്ളത് പതിവാണ്. വലിയ തമാശകളാണ്, വെറുതെ പറയുന്നതല്ല. ഞാൻ വാട്സാപ്പ് ചാറ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം. ആ സിനിമയിലുള്ളവരെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ സിനിമ വരുമ്പോൾ ഞങ്ങളെല്ലാം ഒരുമിച്ച് വന്ന് ഇവിടെ ഇരിക്കും. അപ്പോൾ ചോദിക്കും എന്ന് മറുപടി പറക്കും എന്ന് പറയുന്നു. ആ സിനിമ റിലീസായ സമയം നീയും വന്നാൽ നന്നാവുമെന്ന് പറഞ്ഞ് എൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് ദുബായിലേക്ക് കൊട്ടിക്കൊണ്ടുപോയത് ദുൽഖർ തന്നെയാണ്. 3 ദിവസം ഞങ്ങൾ ഏറെ സന്തോഷത്തോടാണ് പ്രൊമോഷൻ പരിപാടികളൊക്കെ പങ്കെടുത്തത്. ആരാണ് ഈ വാർത്തകളൊക്കെ പടച്ചുവിടുന്നത്? എന്ത് സന്തോഷമാണ് അതിലൂടെ ലഭിക്കുന്നത്?